KAS അഥവാ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിൻ്റെ രണ്ടാമത്തെ ബാച്ചിലേക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2019 ആദ്യത്തെ ബാച്ചിലുള്ളത്. അതിനുശേഷം ഏകദേശം ഒരു 5 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ മാർച്ച് 7 ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം. നിങ്ങൾ ഈ ഒരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി അന്വേഷിക്കുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എക്സാമിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ ഒരു സിലബസിനെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്താണ് നമ്മുടെ മെറ്റീരിയൽ ഉപയോഗിക്കേണ്ടത് തുടങ്ങിയതിനെ കുറിച്ച് കുറച്ചൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ സഹായിക്കും. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ പ്രിപ്പറേഷൻ സംബന്ധിച്ച് ലഭിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. ഓൾറെഡി നോട്ടിഫിക്കേഷൻ മാർച്ച് 7 പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. നോട്ടിഫിക്കേഷൻ പ്രകാരം 3 സ്റ്റേജസ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. സിവിൽ സർവീസ് എക്സാമിനെ പോലെ തന്നെ ഒരു പ്രിലിമിനറി പരീക്ഷ, പ്രാഥമിക പരീക്ഷ, പിന്നെ ഒരു മെയിൻസ് പരീക്ഷ, അന്തിമ പരീക്ഷ, അതുപോലെ തന്നെ അഭിമുഖം ഉണ്ട്. അതിൽ പ്രാഥമിക പരീക്ഷ എന്ന് പറയുന്നത് ജസ്റ്റ് ആൾക്കാരെ ഒന്ന് എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലെ മാർക്ക് എന്ന് പറയുന്നത് അന്തിമ പരീക്ഷ, അതായത് മെയിൻസ് എക്സാമും അതുപോലെ തന്നെ അഭിമുഖവും ഇന്റർവ്യൂവിന്റെയും മാർക്കിനനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. സാധാരണ PSC നിന്ന് വ്യത്യസ്തമായിട്ട്, PSC എക്സാമുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എക്സാമിന്റെ ഡേറ്റ്, ഈവൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് ഉൾപ്പെടെ KASന്റെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഒരു വർഷം കാലയളവിനുള്ളിൽ മൊത്തം പ്രോസസ്സ് കംപ്ലീറ്റ് ആവും എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിന് 2 പേപ്പേഴ്സ് ആണുള്ളത്. 100 മാർക്ക് വീതമുള്ള 2 പേപ്പേഴ്സ് ആണ് ഉള്ളതായിട്ടുള്ളത്. അപ്പോൾ 2025 ജൂൺ 14 പ്രിലിമിനറി എക്സാം നടക്കുന്നത്. അതിനുശേഷം ഒക്ടോബർ 17, 18 തീയതികളിൽ പ്രിലിമിനറി എക്സാം പാസ്സാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മെയിൻസ് എക്സാം നടത്തും. 3 പേപ്പറാണ് മെയിൻസ് എക്സാമിനുള്ളത്. പ്രിലിംസിന്റെ സിലബസും മെയിൻസിന്റെ സിലബസും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഈ വിവരണാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ മെയിൻസ് എക്സാം കഴിഞ്ഞതിന് ശേഷം 2026 ജാനുവരിയിലാണ് ഇന്റർവ്യൂ ഉണ്ടാവുക. ഫെബ്രുവരി 16 2026 ഫെബ്രുവരി 16 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഉള്ള സിലബസ് വിജ്ഞാപനത്തോടൊപ്പം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ അതേ സിലബസ് തന്നെയാണ് ഈ വർഷം 2019 അതേ സിലബസ് തന്നെയാണ് ഇപ്രാവശ്യവും പ്രാഥമിക അന്തിമ പരീക്ഷകൾക്ക് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ സിവിൽ സർവീസ് എക്സാം എന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയുള്ള സബ്ജക്റ്റുള്ള നോളജ് കൂടി ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു സിലബസ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ എക്സാമിനെ കുറിച്ചും നോട്ടിഫിക്കേഷനെ കുറിച്ചും ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടാവും. അപ്പോൾ നമ്മൾ പ്രിലിമിനറിയുടെ സിലബസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രിലിമിനറി ആയിട്ടുള്ള സിലബസിനെ 2 ഭാഗങ്ങളായിട്ടാണ്. കാരണം 2 പേപ്പേഴ്സ് ആണ് ഉള്ളത്. രാവിലെയും ഉച്ചയ്ക്കാണ് ഉണ്ടാവുക. ഒരു പേപ്പറിന് 100 ചോദ്യങ്ങൾ 100 മാർക്ക്, ഉച്ചയ്ക്ക് 100 ചോദ്യങ്ങൾ 100 മാർക്ക്. ഓക്കെ, അത്തരത്തിലാണ് പോകുക. അപ്പോൾ പേപ്പർ 1 നമുക്ക് ജനറൽ സ്റ്റഡീസ് 1 എന്ന് പറയാം. അതിൽ ആദ്യം ഹിസ്റ്ററി സബ്ജക്റ്റുകളാണ് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ആൻഷ്യൻ ആൻഡ് മിഡീവൽ പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് കേരള. സിവിൽ സർവീസ് എക്സാമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിവിൽ സർവീസ് എക്സാമിൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഹിസ്റ്ററി ഓഫ് കേരള കൂടിയുണ്ട്. ഇനി നമ്മൾ ആൻഷ്യൻ ആൻഡ് മെഡീവൽ പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ സാലിയൻ ഫീച്ചേഴ്സ് ആൻഡ് മേജർ ലാൻഡ്മാർക്സ് ഓഫ് ആൻഷ്യൻ മെഡീവൽ ഇന്ത്യ, ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ ആൻഡ് ആർക്കിടെക്ചർ, മേജർ ഡൈനാസ്റ്റീസ്, their അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, സോഷ്യോ റിലീജിയസ് ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് പ്രൊമിനന്റ് മൂവ്മെന്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ സിവിൽ സർവീസ് എക്സാമിന് ആൻഷ്യൻ മെഡീവൽ ഇന്ത്യ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട സെയിം കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു വരുന്നത്. ഈ ഭാഗം ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനലിലൊക്കെ ഓൾറെഡി ക്ലാസ്സുകളായിട്ട് ആൻഷ്യൻ മിഡീവൽ ഇന്ത്യയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റുകളായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുക. അടുത്തത് മോഡേൺ പീരീഡ് ആണ്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഫ്രം 18th century അപ് ടു പ്രസന്റ്, സിഗ്നിഫിക്കന്റ് ഈവൻറ്റ്സ്, പേഴ്സണാലിറ്റീസ് ആൻഡ് ഇഷ്യൂസ്, ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്, സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റ്സ് ഇൻ ദ 19th and 20th century, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് കൺസോളിഡേഷൻ ആൻഡ് റീഓർഗനൈസേഷൻ, ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആൻഡ് ഹെർ നൈബേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ മോഡേൺ ഇന്ത്യ അതുപോലെ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഇതും സിവിൽ സർവീസ് എക്സാമിന്റെ സെയിം സിലബസ് ഉള്ള പോലെ തന്നെയാണുള്ളത്. ഓൾമോസ്റ്റ് സിവിൽ സർവീസ് എക്സാമിന്റെ സിലബസ് കോപ്പീഡ് തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ക്ലാസ്സുകളും ഓൾറെഡി ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനലുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മോഡേൺ ഇന്ത്യ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ലേണേഴ്സിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്, സ്പെക്ട്രം ബേസ്ഡ് ആയിട്ടുള്ള. അതുപോലെ തന്നെ ബേസിക് NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മോഡേൺ ഇന്ത്യയുടെ നിങ്ങൾക്ക് യൂട്യൂബിൽ ലേണേഴ്സിന്റെ യൂട്യൂബിലും അതുപോലെ തന്നെ ലേണേഴ്സ് ആപ്പിലും അവൈലബിൾ ആണ്. ആൻഷ്യൻ ഇന്ത്യ, മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത്. കേരള ഹിസ്റ്ററി ഇത് ഈ ഒരു എക്സാമിന് സ്പെസിഫിക് ആയിട്ടുള്ളതാണ്. സിവിൽ സർവീസ് എക്സാമിന് കേരള ഹിസ്റ്ററി ഇല്ല. 18ാം സെഞ്ചുറി മുതലുള്ളതാണ്. അതായത് 1700 ശേഷമുള്ള കേരള ഹിസ്റ്ററി ആണുള്ളത്. പ്രീ ഇൻഡിപെൻഡന്റ് സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ്, സ്വാതന്ത്ര്യത്തിന് മുൻപേയുള്ള സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ്, കേരള സ്റ്റേറ്റിന്റെ ഫോർമേഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ്, അതിനുശേഷമുള്ള മൂവ്മെന്റ്സ്, ഗവൺമെന്റുകൾ, ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ലെജിസ്ലേഷൻ പോളിസീസ് തുടങ്ങിയിട്ടുള്ളവയാണ് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ളത്. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്.
ഇനി അടുത്തതാണ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്നതായിട്ടുള്ളത്. ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് ഫ്രം മിഡ് 18th സെഞ്ചുറി. അത് ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞാൽ UPSC ഉണ്ട്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വേൾഡ് വാർസ്, റീഡ്രോവൽ ഓഫ് നാഷണൽ ബൗണ്ടറീസ്, colonialization, decolonialization, globalization, communism, capitalism, socialism, their forms and effects in the society. ഇത് ആക്ച്വലി UPSCയുടെ സിലബസ് അതേപോലെ കോപ്പി ചെയ്താണ് ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റ് സെയിം UPSCയുടെ സെയിം സിലബസ് തന്നെയാണ്. അപ്പോൾ UPSCക്ക് പഠിക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെയും പഠിക്കാനുള്ളത്. ഇനി കേരളവുമായി ബന്ധപ്പെട്ട അടുത്തൊരു ടോപ്പിക് വരുന്നുണ്ട് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള എന്നുള്ളത്. കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള, ആർട്ട് ഫോംസ്, ലിറ്ററേച്ചർ, സ്കൾപ്ചർ, ആർക്കിടെക്ചർ, സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ കേരളത്തിന്റെ ആർട്ട് ഫോംസിനെ കുറിച്ച്, കേരളത്തിലെ ലിറ്ററേച്ചർ, കേരളത്തിലെ സ്കൾപ്ചർ, ആർക്കിടെക്ചർ, അതുപോലെ തന്നെ കേരള സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് ഇവിടെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന്റെ ട്രൈബൽ കൾച്ചർ, പിൽഗ്രിമേജ്, ടൂറിസ്റ്റ് പ്ലേസസ്, ഫോക്ക് കൾച്ചർ, സിനിമ, തിയേറ്റർ, അതുപോലെ ഹിസ്റ്ററി ആൻഡ് റവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗം കൂടി വേണം. മലയാള ഭാഷയുടെ ഉൽപ്പത്തിയും അതിന്റെ ഉത്ഭവനും എങ്ങനെയാണ് അത് രൂപപ്പെട്ടു വന്നത് എന്നുള്ള ഭാഗം കൂടി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ കൾച്ചർ ഓഫ് കേരള അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തത് പ്രധാനപ്പെട്ട ഭാഗം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ്, ഇന്റർനാഷണൽ റിലേഷൻ. ഓർത്തു വെക്കുക, UPSCയുടെ ഒരു ഫുൾ പേപ്പർ ആണ് ഇവിടെ ഒരു ഭാഗമാക്കി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് സാലിയന്റ് ഫീച്ചേഴ്സ്, ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്, പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സ്ട്രക്ചർ, ഫങ്ഷൻ, പവർ, പ്രിവിലേജസ്, ഇഷ്യൂസ്, ചാലഞ്ചസ് ടു federal structure, devolution of power, finances up to local levels, challenges therein, constitutional authorities, powers, functions, responsibilities, Panchayati Raj, public policy governance, impact of LPG on governance, statutory, regulatory and quasi-judicial bodies, rights issues, important acts, India's foreign policy, international organization, international treaties and forums, their structure and mandate, judiciary in India, structure, functions, important provision relating to emergency and constitutional amendment, judicial review, public interest litigation, land revenue laws, fundamental rights, fundamental duties, DPSP, principles of administrative law. അതായത് നമ്മളുടെ UPSC പ്രകാരമുള്ള കംപ്ലീറ്റ് ആ ഒരു പേപ്പർ GS2 എന്ന് പറയുന്ന പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്ത്യൻ പൊളിറ്റി കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഗവേണൻസും അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ കാര്യമായിട്ടുള്ള മെൻഷനിങ് കാണുന്നില്ല, ഹെഡിങ്ങിൽ മാത്രമേ ഉള്ളൂ. സിലബസിൽ നമുക്കിവിടെ ഇന്ത്യസ് ഫോറിൻ പോളിസി, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ഇന്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് ഫോറംസ് ആൻഡ് ദെൻ സ്ട്രക്ചർ ആൻഡ് മാൻഡേറ്റ്, ഇത്രയും കാര്യങ്ങളാണ് മെൻഷൻ ചെയ്യുന്നതായിട്ടുള്ളത്. അതുപോലെ ജുഡീഷ്യറി, അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, DPSP ഒക്കെ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കാം. ഇനി CSATന് ഈക്വാലന്റ് ആയിട്ടുള്ള റീസണിങ്, മെന്റൽ എബിലിറ്റി, സിമ്പിൾ അരിത്തമെറ്റിക്, ലോജിക്കൽ റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി, നമ്പർ സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, പ്രോബ്ലംസ് റിലേറ്റഡ് ടു റിലേഷൻ ഷേപ്സ് ആൻഡ് their subsection, വെൻ ഡയഗ്രാം, പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ക്ലോക്ക്, കലണ്ടർ, ഏജ്, സിമ്പിൾ അരിത്തമെറ്റിക്. അതായത് നമ്മുടെ CSATലുള്ള സെയിം ടോപ്പിക് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ സിവിൽ സർവീസ് എക്സാമിന് CSAT പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഭാഗം വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി ജിയോഗ്രഫി വരുന്നുണ്ട്. ജിയോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ആണ് കമ്പയർഡ് ടു UPSC. ജനറൽ ജിയോഗ്രഫി, സോളാർ സിസ്റ്റം, മോഷൻ ഓഫ് എർത്ത്, അതുപോലെ തന്നെ കൺസെപ്റ്റ് ഓഫ് ടൈം, സീസൺ, ഇന്റർണൽ സ്ട്രക്ചർ ഓഫ് എർത്ത്, മേജർ ലാൻഡ് ഫോംസ് ആൻഡ് ദെൻ ഫീച്ചേഴ്സ്, അറ്റ്മോസ്ഫിയർ, സ്ട്രക്ചർ, കോമ്പോസിഷൻ, എലമെന്റ്സ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് ക്ലൈമറ്റ്, എയർ മാസസ്, ഫ്രണ്ട്സ്, atmosphere disturbances, oceans, physical, chemical and biological characters, hydrological disasters, marine and continental resources, physical, socio-economic geography of world, India and Kerala. ഇവിടെ കേരള ജോഗ്രഫി വരുന്നുണ്ട്. ജിയോ ഫിസിക്കൽ ഫിനോമിന ലൈക്ക് എർത്ത്, സുനാമി, വോൾക്കാനോ, സൈക്ലോൺ, ഫ്ലഡ് ആൻഡ് ലാൻഡ് സ്ലൈഡ്സ്. അപ്പോൾ ജിയോഗ്രഫിയുടെ ക്ലാസ്സുകൾ ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഫിസിക്കൽ ജോഗ്രഫി ഈ ഒരു ഭാഗം ഇല്ല, അതായത് ഇന്ത്യൻ ജോഗ്രഫി അതുപോലെ തന്നെ വേൾഡ് ജിയോഗ്രഫി കുറച്ച് മെൻഷൻ ഉണ്ട്, കേരള ജിയോഗ്രഫി ഇല്ല. പക്ഷേ ലേണേഴ്സിന്റെ ആപ്പിൽ UPSCക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളിൽ ഈ ഒരു ജിയോഗ്രഫി ഏരിയയും ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സുകളിൽ കാണാൻ പറ്റും എന്ന് ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയുമാണ് പേപ്പർ 1 എന്ന് പറയുന്നത്. പേപ്പർ 1 എന്ന് വെച്ചാൽ ഒരുപാട് പഠിക്കാനുണ്ട്. ജിയോഗ്രഫി ഉണ്ട്, റീസണിങ് ഉണ്ട്, പൊളിറ്റി പഠിക്കാനുണ്ട്, ഇന്റർനാഷണൽ റിലേഷൻസ് ഉണ്ട്, കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, കേരള ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ തന്നെ കേരളത്തിന്റെ കൾച്ചറൽ ഹെറിറ്റേജും ഉണ്ട് എന്ന് ഓർത്ത് വെക്കുക. ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ പാർട്ട് 1 എന്ന് പറയുന്ന ഫസ്റ്റ് പേപ്പറിൽ വരുന്നതായിട്ടുള്ളത്. ഇനി പേപ്പർ 2
അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ള പേപ്പർ നോക്കുകയാണെങ്കിൽ ആദ്യം എക്കണോമി ആൻഡ് പ്ലാനിംഗ് ആണ്. സിവിൽ സർവീസ് എക്സാമിന്റെ സിലബസിനേക്കാൾ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ആണ്. ഇന്ത്യൻ എക്കണോമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യൻ എക്കണോമി ഇൻ പോസ്റ്റ് റീഫോം പീരീഡ്, ന്യൂ എക്കണോമിക് റീഫോം, നിതി ആയോഗ്, നാഷണൽ ഇൻകം പെർ ക്യാപിറ്റ ഇൻകം, sectoral composition, primary, secondary and tertiary sectors, development under different policy regimes, 5-year plans, goals, constraints, institutions and framework. അതായത് ഇന്ത്യൻ ഡെവലപ്മെന്റിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അടുത്തത് സെക്ടോറൽ ആയിട്ടാണ്. ആദ്യം അഗ്രികൾച്ചർ സെക്ടറുമായി ബന്ധപ്പെട്ട ലാൻഡ് റീഫോംസ്, ടെക്നോളജിക്കൽ ചേഞ്ച് ഇൻ അഗ്രികൾച്ചർ, മേജർ ക്രോപ്സ് ആൻഡ് ക്രോപ്പിംഗ് പാറ്റേൺസ്, irrigation, pricing of agricultural inputs and outputs, agricultural finance policy and marketing, issues in food security and public distribution system, green revolution, പോളിസീസ് ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഓർഗാനിക് ഫാമിംഗ്. അതായത് സിവിൽ സർവീസ് എക്സാമിന്റെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഏരിയാസും കവർ ആയിട്ട് തന്നെയാണ് ഇവിടെയും സിലബസ് വന്നിട്ടുള്ളത്. ഇനി ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, സെക്കൻഡറി സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്, ഇൻഡസ്ട്രിയൽ പോളിസി, അവയുടെ പെർഫോമൻസ്, ഗ്രോത്ത് ആൻഡ് പാറ്റേൺ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, സ്മോൾ സ്കെയിൽ സെക്ടർ, പ്രൊഡക്ടിവിറ്റി ഇൻ ഇൻഡസ്ട്രിയൽ സെക്ടർ, സ്മോൾ special economic zones, industrialization, foreign investment and competition policy, e-commerce, effects of liberalization on the economy. സെയിം സിവിൽ സർവീസ് എക്സാമിന്റെ സെയിം കണ്ടന്റുകൾ തന്നെയാണ് ഇവിടെയും കവർ ആവുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ, ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യൻ എക്കണോമി, മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, water supply and sanitation, energy, power, science and technology, rural and urban infrastructure വരുന്നുണ്ട്. ports, roads, airport, railways, telecommunication, dams, inland waterway, social impact assessment എന്നുള്ള ഏരിയാസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം സിവിൽ സർവീസ് എക്സാമിന്റെ എക്കണോമിയുടെ ടോപ്പിക്കുകൾ തന്നെയാണ് കവർ ആവുന്നത്. ഇനിയാണ് കുറച്ച് വ്യത്യാസമായിട്ട് നോക്കുന്നത് പോപ്പുലേഷൻ. ഈ ഒരു മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സിവിൽ സർവീസ് എക്സാമിന് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. ഗ്രോത്ത് റേറ്റ്, ജെൻഡർ, റൂറൽ അർബൻ മൈഗ്രേഷൻ, ലിറ്ററസി, റീജിയണൽ സ്ട്രക്ചർ ആൻഡ് ട്രെൻഡ്സ് ഇൻ പോവർട്ടി ആൻഡ് ഇനീക്വാലിറ്റി, അൺഎംപ്ലോയ്മെന്റ് ട്രെൻഡ്സ്, സ്ട്രക്ചർ ആൻഡ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസീസ്, ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെവലപ്മെന്റ്, ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്, ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, നാഷണൽ ഹാപ്പിനെസ് ഇൻഡെക്സ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ സിവിൽ സർവീസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ എക്കണോമിയിൽ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുള്ള ഭാഗമാണ്. അതൊക്കെ ഈ ടോപ്പിക് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ പബ്ലിക് ഫിനാൻസ് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് ബഡ്ജറ്റിംഗ്, ഇന്ത്യൻ ടാക്സ് സിസ്റ്റം, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് ഡെപ്റ്റ്, ഡെഫിസിറ്റ്, സബ്സിഡീസ് ഇൻ ഇന്ത്യൻ എക്കണോമി, സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻസ്, റീസെന്റ് ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസി ഇഷ്യൂസ് ആൻഡ് their impact, structure of Indian banking and non-banking financial institutions and reform, GST concept and implications, stock exchange and share market, അതുപോലെ തന്നെ ട്രെൻഡ്, കോമ്പോസിഷൻ, സ്ട്രക്ചർ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ്, ഇന്ത്യസ് ബാലൻസ് ഓഫ് പേയ്മെന്റ് സിറ്റുവേഷൻ ഇൻ ദ പോസ്റ്റ് റീഫോംസ് പീരീഡ്. ഫോറിൻ ട്രേഡുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, അതുപോലെ തന്നെ GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം, സിവിൽ സർവീസ് എക്സാമിന് പഠിക്കുന്ന സെയിം കാര്യങ്ങളാണ്. ഇവിടെ എക്കണോമി ഓഫ് കേരളയുണ്ട്. എക്കണോമി ഓഫ് കേരള ആൻഡ് സ്റ്റേറ്റ് ഓവർവ്യൂ, പോപ്പുലേഷൻ, major agriculture, industry, service sector issues, infrastructure, resources, major developmental projects, programs and schemes, cooperative sector, history and relevant policies in traditional industries, IT sector, pravasi and foreign remittance. ഓർത്തു വെക്കുക, കേരള റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മുടെ സിവിൽ സർവീസ് എക്സാമിന് പഠിക്കുന്നതല്ല, ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതുപോലെ തന്നെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട്, ലാൻഡ് റീഫോം, സോഷ്യൽ സെക്യൂരിറ്റി, ഡെവല്യൂഷൻ ഓഫ് പവർ, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, ഹൗസിംഗ്, ടൂറിസം, വുമൺ എംപവർമെന്റ്, സോഷ്യൽ വെൽഫെയർ സ്കീംസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, റോൾ ആൻഡ് ഫംഗ്ഷൻ ഓഫ് Kerala Planning Board, achievements of Kerala health and education sector, policies, programs and initiatives and impacts. എക്കണോമിയുടെ സിലബസ് നോക്കി കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആണ്. അപ്പോൾ ഇതിൽ കേരളവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സയൻസ് ആൻഡ് ടെക്നോളജി, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, റെലവൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, നാഷണൽ പോളിസി ഓൺ S&T, ഇന്നോവേഷൻ, ബേസിക്സ് ഓഫ് എവറിഡേ സയൻസ്, ഹ്യൂമൻ ബോഡി, പബ്ലിക് ഹെൽത്ത്, കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ, institutes and organizations in India promoting integration of science and technology in innovation, their activities and contribution of prominent Indian scientists. Almost civil service examന്റെ സിലബസ് തന്നെയാണ് ഈ ഒരു ഭാഗം. ഇനിയുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ആണ് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട്. UPSCക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഇല്ല. ടെക്നോളജി ഇൻ സ്പേസ്, ഡിഫൻസ്, എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം, ISRO, ആക്ടിവിറ്റീസ് ആൻഡ് അച്ചീവ്മെന്റ്സ്, various satellite program, DRDO, vision, mission and activities, energy requirement and efficiency, India's existing energy needs and deficit, India's energy resource and dependence, renewable and non-renewable energy resources, energy policy of India,
ഗവൺമെന്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്, എനർജി സെക്യൂരിറ്റി ആൻഡ് ന്യൂക്ലിയർ പോളിസി ഓഫ് ഇന്ത്യ. നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് UPSC ക്ക് വേണ്ടിയിട്ട്, സെയിം ഏരിയാസ് തന്നെയാണ്. ഇനി എൻവയോൺമെന്റ് ആൻഡ് ഇക്കോളജി ഇവിടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗമായിട്ടാണ് ചേർത്തുള്ളത്. എൻവയോൺമെന്റൽ സയൻസ്, ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് റിലേറ്റഡ് ടു എൻവയോൺമെന്റ്, ലീഗൽ ആസ്പെക്ട്സ്, പോളിസീസ്, treaties and protection of environment at the national and international level, environmental protection for sustainable development, biodiversity, its importance and concern, climate change, international initiatives, policies, protocols, India's commitment, Western Ghats, features, characteristics and issues, forest and wildlife, legal framework for forest and wildlife conservation in India, environmental hazards with the pollutions, carbon emission, global warming, national action plans on climate change and disaster management, developments in biotechnology, green technology and nanotechnology. അതായത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മൊത്തം കാര്യങ്ങൾ ഇവിടെ കവേർഡ് ആയിട്ടുണ്ട്. അതുപോലെ എൻവയോൺമെന്റ് ആൻഡ് ഇക്കോളജി മൊത്തം ഇവിടെ കവേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ എക്കണോമി അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി കംപ്ലീറ്റ് ആയിട്ട്, അതുപോലെ എൻവയോൺമെന്റ് ആൻഡ് ഇക്കോളജി ഈ ഒരു പേപ്പറിൽ കവേർഡ് ആയിട്ട്. പിന്നെ കറണ്ട് ഈവൻറ്റ്സ് ആണ് പറയുന്നുള്ളത്. കറണ്ട് ഈവൻറ്റ്സ് എന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സ് ആണ് ചോദിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു 2025 ജാനുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സ് എങ്കിലും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രിഫറബിളി ഏതെങ്കിലും മലയാളം ന്യൂസ് പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ബിക്കോസ് കേരളത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. പോസിബിളി മലയാളം ന്യൂസ് പേപ്പേഴ്സ് ആയിരിക്കും. ഹിന്ദു ഒക്കെ നമ്മൾ ഓൾറെഡി ലേണേഴ്സിന്റെ ഭാഗമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാഷണൽ ഇന്റർനാഷണൽ ലെവലിലുള്ള ന്യൂസസ് അതുവഴി കവേർഡ് ആവും. ബട്ട് കേരള റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസസ് അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള ന്യൂസസ്, കേരള ഗവൺമെന്റിന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട ന്യൂസസ് ഒക്കെ കിട്ടണമെങ്കിൽ മലയാളം ന്യൂസ് പേപ്പേഴ്സ് റെഫർ ചെയ്യുന്നതാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്. ഇത് സിവിൽ സർവീസ് എക്സാമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, ഇംഗ്ലീഷ് ആൻഡ് മലയാളം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് കന്നഡ അതുപോലെ തന്നെ തമിഴും ഓപ്ഷൻ ആയിട്ട് നൽകിയിട്ടുണ്ട്. ഞാനിവിടെ ഇംഗ്ലീഷും മലയാളവുമാണ് പ്രിഫർ ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഇംഗ്ലീഷ് മലയാളം ആയിരിക്കും. അപ്പോൾ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ചോദ്യങ്ങളുണ്ടാവും, ഒരു 10ഓളം ചോദ്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇൻ മലയാളം 10ഓളം ചോദ്യങ്ങളുണ്ടാവും. സാധാരണ മറ്റ് PSC എക്സാമുകൾക്ക് ചോദിക്കുന്ന സെയിം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉണ്ടാവുക. സോ ആ രീതിയിൽ ഇംഗ്ലീഷും മലയാളവും പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. ടെൻസസ്, സിനോണിം, ഫ്രേസൽ വെർബ്സ്, അതുപോലെ തന്നെ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം തുടങ്ങിയിട്ടുള്ള വാക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പഠിക്കുക. ബേസിക് ഗ്രാമർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ കന്നഡ ന്യൂനപക്ഷങ്ങൾക്ക് കന്നഡ, മലയാളത്തിന് പകരം കന്നഡ, തമിഴ് ന്യൂനപക്ഷങ്ങൾക്ക് മലയാളത്തിന് പകരം തമിഴും പഠിക്കാൻ വേണ്ടി പറ്റും ആണ് ചോദ്യങ്ങളായിട്ടുണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. സിലബസ് വളരെ ഡീറ്റെയിൽഡ് ആണ്. UPSC സിലബസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രിലിംസിന്റെ ഏകദേശം ഓൾമോസ്റ്റ് സിലബസ് എല്ലാം തന്നെയാണ്, സെയിം തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പ്ലസ് കേരളത്തിൻ്റെത് വരുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാർക്കും ഇവിടെ ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിവിൽ സർവീസ് എക്സാമിന്റെ സെയിം കണ്ടന്റ് തന്നെ പഠിക്കണോ അല്ല സെപ്പറേറ്റ് ആയിട്ടുള്ള കണ്ടന്റ് പഠിക്കണോ എന്നുള്ളതാണ്. നിങ്ങൾ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ സെയിം കണ്ടന്റ് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സമയം കുറവാണ്, 3 മാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ഒരു 3-3.5 മാസത്തിന്റെ മാക്സിമം 4 മാസത്തിന്റെ ടൈമാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനുള്ളിൽ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വളരെ വേഗത്തിൽ കവർ ചെയ്തെടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മൊത്തം സിവിൽ സർവീസ് എക്സാമിന്റെ സിലബസ് പ്ലസ് ഇംഗ്ലീഷ്, മലയാളം പ്ലസ് കേരള ഹിസ്റ്ററി, കേരള എക്കണോമി, കേരള കൾച്ചർ, കേരള ജിയോഗ്രഫി, ഇത്രയും കോമ്പോണൻസ് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ വളരെ വേഗത്തിൽ കവർ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സ്റ്റഡി മെറ്റീരിയൽസ് ഏതൊക്കെ ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളത്, അതായത് സിവിൽ സർവീസ് എക്സാമിന്റെ മെറ്റീരിയൽസ് തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്കൽ, ലക്ഷ്മികാന്ത് അല്ലെങ്കിൽ അതിന്റെ സമ്മറി ബുക്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ സമ്മറി ബുക്സ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ഓൾറെഡി സബ്ജക്റ്റിന് മേലെ നോളജ് ഉള്ള ഒരാളാണെങ്കിൽ മാത്രമേ സമ്മറി ബുക്സ് കൊണ്ട് യൂസ്ഫുൾ ഉള്ളൂ. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ബുക്സ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് സമയത്തിൽ ഇനിയും ഷോർട്ടേജ് ആണെങ്കിൽ NCERTs അതുപോലെ തന്നെ കേരളത്തിന്റെ SCERTs കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു വഴി. കാരണം അതിലും ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയാസ് ഒക്കെ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഈ 2 ബുക്കുകൾ സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമിന്റെ സ്റ്റാൻഡേർഡ് ബുക്കുകൾ. ഇനി കേരള ഹിസ്റ്ററി, കേരള എക്കണോമി, കേരള ജിയോഗ്രഫിക്കൊക്കെ കേരള ഗവൺമെന്റിന്റെ വെബ്സൈറ്റുകൾ, ഇപ്പോൾ കേരള മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ വെബ്സൈറ്റുകൾ നോക്കിയാൽ, സാംസ്കാരിക വകുപ്പിന്റെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കണ്ടന്റുകൾ കിട്ടും. സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട മിനിസ്ട്രിയുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ അത്തരത്തിൽ ഡാറ്റകൾ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇയർ ബുക്കുകൾ, ഇപ്പോൾ മനോരമ ഇയർ ബുക്ക് അല്ലെങ്കിൽ മാതൃഭൂമി ഇയർ ബുക്കുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കേരള ജിയോഗ്രഫി, കേരള എക്കണോമി തുടങ്ങിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയി നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊരു ഐഡിയ കിട്ടും. കേരള ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു കാര്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി നമുക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഒരു 4-5 ചോദ്യങ്ങളും ആ ഒരു ചോദ്യങ്ങൾ പിക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കട്ട് ഓഫ്
എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ഔട്ട് ഓഫ് 200 രണ്ട് പേപ്പറും ചേർന്നുകൊണ്ട് ഒരു 100 എന്ന് പറയുന്നത് ബെറ്റർ ആയിട്ടുള്ള ഒരു മാർക്ക് ആയിരിക്കും. അപ്പോൾ രണ്ട് പേപ്പറും എഴുതിയിട്ട് ഒരു 100 മാർക്കെങ്കിലും കിട്ടണം. കഴിഞ്ഞ വർഷം കട്ട് ഓഫ് കുറച്ച് കുറവായിരുന്നു, കാരണം ഫസ്റ്റ് ടൈം എക്സാം നടത്തുന്നതാണ്. സോ ഈ ടൈം എക്സാം രണ്ടാമത്തെ പ്രാവശ്യം നടത്തുന്നതാണ്. എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ ആൾക്കാർക്ക് ബോധ്യം വന്നു. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറച്ച് ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 100+ എങ്കിലും കിട്ടുന്ന രീതിയിൽ വേണം. അപ്പോൾ 100+ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സിവിൽ സർവീസ് എക്സാമിന്റെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുകയാണ്. അതായത് കേരള ഹിസ്റ്ററി, കേരള ജിയോഗ്രഫി, കേരള എക്കണോമി തുടങ്ങിയിട്ടുള്ള ഏരിയാസ് ഞാൻ ഈ പറഞ്ഞതുപോലെ വെബ്സൈറ്റ് വെച്ചൊക്കെ പഠിക്കുകയാണ്. മറ്റേ സിവിൽ സർവീസ് എക്സാമിന്റെ കാര്യങ്ങൾ തന്നെ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് കട്ട് ഓഫിന് മുകളിൽ കയറാൻ വേണ്ടി പറ്റും. ടെൻഷൻ ഒന്നും വേണ്ട. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ സിവിൽ സർവീസ് എക്സാമിന്റെ പ്രിലിംസ് തൊട്ട് മുന്നെയാണ് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. സിവിൽ സർവീസ് എക്സാം കഴിഞ്ഞുള്ള ഒരു 10-15 ദിവസങ്ങളുടെ ആ ഒരു ദിവസം കൊണ്ട് ഈ ഒരു കേരള പാർട്ട് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വേണം പ്രിപ്പറേഷനെ കൊണ്ടുപോകാനായിട്ടുള്ളത്. സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഡീവിയേറ്റ് ചെയ്ത് പോകരുത്. ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാർ സിവിൽ സർവീസ് എക്സാമിന് തന്നെ പ്രിലിംസിന് തന്നെ ഫോക്കസ് ചെയ്ത് പോവാം. KS അതിനുശേഷമുള്ള 10-15 ദിവസം കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അഡീഷണൽ ആയിട്ടുള്ള പാർട്സ്. ഇനി KS മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സോഴ്സ് മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് മെല്ലെ പഠിക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ അതിന്റെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ടോപ്പിക്സ് ഇത്രയുണ്ട്. അപ്പോൾ ഇതിനെ കവർ ചെയ്യുക എന്ന് പറയുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് കവർ ചെയ്യുക, മനസ്സിലാക്കി കവർ ചെയ്യുക എന്നുള്ള ചാലഞ്ചിങ് ആണ്. അപ്പോൾ ക്രിസ്പ് ആൻഡ് ഷോർട്ട് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും, പക്ഷെ എത്രമാത്രം ആശയങ്ങൾ കൺവേ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു ചാലഞ്ചിങ് തന്നെയാണ്. ബട്ട് അതൊരു നിങ്ങൾക്ക് ട്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ലേണേഴ്സിൻ്റെ ഉണ്ട്. കേരള ഹിസ്റ്ററി, കേരള ജിയോഗ്രഫി, കേരള റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ലേണേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് പാരലലി ചെയ്യുന്നതുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. പഠിക്കേണ്ട സോഴ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് KSനെ കരുതാവുന്നതാണ്. നല്ലൊരു കരിയർ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല അവസരമായിട്ട് നഷ്ടപ്പെടുത്താതെ വളരെ സീരിയസ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നന്നായിട്ട് പഠിക്കുകയാണ്, നന്നായിട്ട് റിവിഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിവിൽ സർവീസ് എക്സാമിലെ പോലെ തന്നെ KS എക്സാമും നിങ്ങൾക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലേണേഴ്സിന്റെ ഫ്രീ റിസോഴ്സസ് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കാണാൻ വേണ്ടി പറ്റും. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാമിന്റെ ക്ലാസ്സുകൾ റെഫർ ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ലേണേഴ്സിന്റെ പ്രിന്റഡ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ബുക്കുകളായിട്ട് പർച്ചേസ് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ ക്രിസ്പ് ആൻഡ് നോട്ട്സ് ആണ്, അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. ലേണേഴ്സിന്റെ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ഒരു കാര്യം തന്നെയാണ് പറയാനുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ലേണേഴ്സിന്റെ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണ്. നിലവിലുള്ള ക്ലാസ്സുകളും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്, യൂസ്ഫുൾ ആണ്. ടൈം ഒരു കൺസ്ട്രെയിൻ തന്നെയാണ്, സത്യം തന്നെയാണ്. അത് നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. 4 മാസം സമയമുണ്ട്. കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.